നമസ്കാരം. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ ഈ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാനിന്ന് പറയുന്ന വിഷയം 2025 ഡിസംബർ 14 മുതൽ ഡിസംബർ 20 വരെയുള്ള ആഴ്ച വാരഫലമാണ്, നക്ഷത്രഫലം. അതാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ സമയം വേഴം മിഥുനൻ രാശിയിൽ ബുധന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. ശനി മീനൻ രാശിയിൽ വേഴത്തിന്റെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. രാഹു കുംഭൻ രാശിയിൽ ശനിയുടെ ക്ഷേത്രത്തിൽ നിൽക്കുന്നു. കേതു ചിങ്ങൻ രാശിയിൽ സൂര്യന്റെ ക്ഷേത്രത്തിലും നിൽക്കുന്നു. ഈ ആഴ്ച വേഴത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മിഥുനൻ രാശിയിൽ നിന്നിരുന്ന വേഴം കർക്കിടകൻ രാശിയിലേക്ക് പോയതിന് ശേഷം വീണ്ടും വേഴം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഡിസംബർ 5-ാം തീയതിക്ക് ശേഷം വേഴം മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. ഒരു ഗ്രഹം വക്രഗതിയിലായാൽ ആ ഗ്രഹത്തിന് ഫലദാനശേഷി കൂടുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ വേഴം ഇപ്പോൾ മിഥുനൻ രാശിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. അത് ബുധന്റെ രാശിയിലാണ് വേഴം നിൽക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഗോചര സമയമാണ് ഈ ആഴ്ച കടന്നു പോകുന്നത്. അപ്പൊ ഈ ആഴ്ചയിൽ ഓരോ നക്ഷത്രക്കാർക്കും, അതായത് ഓരോ കൂറിലും വരുന്ന നക്ഷത്രക്കാർക്ക് എന്തെല്ലാം അനുഭവങ്ങൾ ഉണ്ടാകും എന്നാണ് ഞാനിവിടെ വിവരിക്കുന്നത്. അതിൽ തന്നെ മേടൻ രാശിയുടെ വാരഫലം പറയാം. മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ അശ്വതി, ഭരണി, കാർത്തിക, കാലി. അശ്വതി, ഭരണി, കാർത്തിക, കാലി ഇതാണ് മേടൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച ആത്മവിശ്വാസം കൂടുതൽ കിട്ടുന്ന ഒരാഴ്ചയാണ്. ഇവരെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും വിജയം കൈവരിക്കാൻ കഴിയുന്ന ആഴ്ചയാണിത്. ജോലി സംബന്ധമായി തൃപ്തികരമായ ആഴ്ചയാണ്. അവർ ചെയ്യുന്ന ജോലിയിൽ അവർക്ക് അതിലൊരു ആത്മവിശ്വാസം കിട്ടുന്ന ഒരു ആഴ്ച കൂടിയാണ്. അപ്പൊ ജോലി തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. ജോലിയിൽ അതോടൊപ്പം ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ്. ജോലി സംബന്ധമായി മറ്റ് ടെൻഷനൊന്നുമില്ലാതെ ജോലി ഭംഗിയായി നിർവഹിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാനും അല്ലെങ്കിൽ ആരംഭിക്കാനും ഒക്കെ സാധ്യത കാണുന്ന ഒരു ആഴ്ച കൂടിയാണ്. അനാവശ്യമായ ആശങ്കകൾ ഇവരെ ബാധിക്കാനിടയുണ്ടെങ്കിലും അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയുന്നതാണ്. അനാവശ്യമായ ആശങ്കകൾ ഉണ്ടെങ്കിൽ അതെല്ലാം ഇവർ കഴിയുന്നതും ആ ആശങ്കയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ്. പുതിയ പദ്ധതികൾ ആരംഭിക്കാൻ കഴിയുന്നതാണ് ഇവരെ സംബന്ധിച്ച്. ഉദ്യോഗസ്ഥർക്ക് ശ്രദ്ധക്കുറവ് വരാനായിട്ട് സാധ്യതയുണ്ട്. അവരുടെ ശ്രദ്ധയിൽ അവർക്ക് ശരിയായ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്ന ഒരു ആഴ്ചയല്ല. അതായത് കുറച്ച് ശ്രദ്ധക്കുറവൊക്കെ ഇവർക്ക് വരാം. സാമ്പത്തിക രംഗം ഇവരെ സംബന്ധിച്ച് തൃപ്തികരമാവുന്ന ഒരു ആഴ്ചയാണ് ഈ ആഴ്ച മേടക്കൂറുകാരെ സംബന്ധിച്ച്. അപ്പൊ പൊതുവെ മേടക്കൂറുകാർക്ക് ഈ ആഴ്ച ഫലപ്രദമായ ഒരു ആഴ്ചയാണ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തിക, മുക്കാലി, രോഹിണി, മകീരം, അര. ഈ നക്ഷത്രങ്ങളാണ് ഇടവക്കൂറിൽ വരുന്നത്. ഇവർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രമായാണ് കാണുന്നത്. അതായത് ഗുണമുണ്ട്, ചെറിയ ദോഷങ്ങളുണ്ടാവും. ഗുണദോഷ സമ്മിശ്രമാണ്.
ചില രോഗങ്ങൾ ഇവർക്ക് ഉണ്ടാകാനിടയുണ്ട്. ഈ ആഴ്ച ഇവർക്ക് ചില രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുണ്ട്. ചില കാര്യങ്ങളിൽ വിജയം കൈവരിക്കാനും ഇവർക്ക് ഈ ആഴ്ച വന്നു ചേരുന്നത്, ഈ ആഴ്ചയിൽ സമയം വന്നു ചേരുന്നതാണ്. ചില കാര്യങ്ങളിൽ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഒക്കെ വിജയം കൈവരിക്കാൻ സാധിക്കുന്നതാണ്. അതുകൂടാതെ ഇവർക്ക് പ്രശസ്തി കിട്ടാനായിട്ടുള്ള സാധ്യതയും കാണുന്നുണ്ട്. ചെറിയ രോഗങ്ങളെ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവർക്ക് ചില രോഗങ്ങളുണ്ട്, ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ ഇവർ ഈ ചെറിയ രോഗമാണെങ്കിലും അതിനെ അവഗണിക്കരുത്. അവഗണിക്കാതെ, ചെറിയ രോഗമാണെങ്കിൽ അതിനെ അവഗണിക്കാതെ അതിന് തക്ക ചികിത്സ നേടാൻ ശ്രദ്ധിക്കുകയും വേണം. ധനപരമായി നേട്ടം ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. കാരണം ഇടവക്കൂറിന്റെ രണ്ടാമത്തെ ഭാവത്തിലാണ്, ധനസ്ഥാനത്താണ് വേഴം വന്ന് നിൽക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ധനസ്ഥാനത്ത് വേഴം നിൽക്കുന്നത് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് വളരെ നല്ലതാണ്. അവർക്ക് ചില ഇങ്ങനെയുള്ളവർ, ഈ നക്ഷത്രക്കാർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കാൻ പറ്റുന്ന ഒരു ആഴ്ച കൂടിയാണ് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഭാഗ്യ ദിവസം തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച ഇവർക്ക് ഭാഗ്യ ദിവസമായി കാണാവുന്നതാണ്. ജ്യോതിഷപരമായി നോക്കുമ്പോൾ ഇവർക്ക് തിങ്കളാഴ്ച ഭാഗ്യ ദിവസമായി കാണാവുന്നതാണ്. മിഥുനൻ രാശി. അടുത്തത് മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ മകീരം, തിരുവാതിര, പുണർദം, മുക്കാലി. ഈ നക്ഷത്രങ്ങൾ മിഥുനൻ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ചില പ്രതിസന്ധികൾ നേരിടേണ്ടതായിട്ട് വരും ഈ ആഴ്ചയിൽ. അത് തൊഴിൽപരമായും ഉണ്ടാകാവുന്നതാണ്. തൊഴിൽപരമായും പ്രതിസന്ധികൾ ഉണ്ടാകാം. മറ്റു ചില കാര്യങ്ങളിലും ഇവർക്ക് പ്രതിസന്ധികൾ കടന്നു വരുന്ന ഒരു ആഴ്ചയാണ്. അനാവശ്യമായ ചില ചിലവുകൾ ഇവർ നിയന്ത്രിക്കണം. അനാവശ്യമായിട്ട് ചില ചിലവുകൾ ഇവർക്ക് വന്നു ചേരുന്നതാണ് ഈ ആഴ്ച. അത് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകണം. ചില രംഗത്ത് ഇവർക്ക് ഈ ആഴ്ച കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ടും വരും. അതവർ പ്രവൃത്തിയിലാണെങ്കിലും കർമ്മരംഗത്താണെങ്കിലും മറ്റെന്ത് കാര്യത്തിലാണെങ്കിലും ചില കാര്യങ്ങളിൽ ഇവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലേ അതിന് ഗുണം കിട്ടുകയുള്ളൂ. ആഗ്രഹങ്ങൾക്ക് തടസ്സം വരാനും ഇടയുള്ള ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. എന്നാൽ പൊതുപ്രവർത്തകർക്ക് ഗുണകരമായി വരുന്ന ഒരു ആഴ്ച കൂടിയാണ്. രാഷ്ട്രീയക്കാർക്കും ഗുണകരമാകാൻ ഇടയുണ്ട് ഈ ആഴ്ച. പൊതുവെ നോക്കിയാൽ ഇവർക്ക് ബുധൻ ഭാഗ്യ ദിവസമായി കാണാവുന്നതാണ്. ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നാലും ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ച ഗുണകരമായി കാര്യങ്ങൾ, കഠിനാധ്വാനത്തിലൂടെ ഇവർക്ക് ഗുണകരമായി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിക്കുന്നതാണ്. അതിലൂടെ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില ആഗ്രഹങ്ങൾക്ക് തടസ്സങ്ങൾ വന്നാലും അതിനെ നേരിട്ട് മുന്നോട്ട് പോകാനും ഇവർക്ക് കഴിയുന്നതാണ്. ഭാഗ്യ ദിവസം ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ്. കർക്കിടകക്കൂറ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർദം, കാലി, പൂയം, ആയില്യം. ഈ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിൽ വരുന്നത്. ഇവർക്ക് ഈ ആഴ്ച കുടുംബകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കേണ്ടതായിട്ട് വരുന്നതാണ്. പുതിയ പ്രവർത്തനങ്ങൾക്ക് അനുകൂലമായ ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. എന്തെങ്കിലും പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ അനുകൂലമായ ഒരു ആഴ്ചയാണ് ഇവർക്ക്. സാമ്പത്തികപരമായി നോക്കുമ്പോൾ സാമ്പത്തിക രംഗം സ്ഥിരതയുള്ള ഒരു ആഴ്ചയാണ്. കാര്യങ്ങൾ ഒരുവിധം നന്നായിട്ട്, സാമ്പത്തിക കാര്യങ്ങൾ ഒരുവിധം നന്നായിട്ട് പോകുന്ന ഒരു ആഴ്ചയായിരിക്കും. ചിലവുകളിൽ നിയന്ത്രണം
കാണിക്കുകയും വേണം. എന്നാൽ അനാവശ്യമായ ചിലവുകൾ ഇവർ ഒഴിവാക്കേണ്ടതാണ്. ആരോഗ്യ കാര്യങ്ങളിലും ഇവർക്ക് ശ്രദ്ധ വേണ്ട ഒരു സമയമാണ്. പല കാര്യങ്ങളും പ്രയാസമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ് ഈ കർക്കിടകൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച. ഇവരുടെ ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ്. ഈ കർക്കിടക്കൂറിൽ വരുന്ന പുണർദം, കാല്, പൂയം, ആയില്യം ഈ നക്ഷത്രക്കാരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ ദിവസം ബുധനാഴ്ചയാണ്. ചിങ്ങക്കൂർ. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിൽ വരുന്നത്. ഇവർക്ക് പ്രോത്സാഹനങ്ങൾ കിട്ടുന്ന ഒരാഴ്ചയാണ്. ഇവരെ പല കാര്യങ്ങളിലും പ്രോത്സാഹിപ്പിക്കാൻ പല രംഗത്ത് നിന്നും സഹായങ്ങൾ കിട്ടുന്ന ഒരു ആഴ്ചയാണ്. പല രംഗങ്ങളിൽ കൂടിയും ഇവർക്ക് പ്രോത്സാഹനം കിട്ടുന്ന ഒരാഴ്ചയാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരാഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. നല്ല ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ഉണ്ടാകുന്ന ആഴ്ചയാണ്. പൊതുവെ അനുകൂലമായ ഒരു അവസ്ഥയാണ് ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച്. കർമ്മരംഗത്ത് വിജയമുണ്ടാകുകയും പ്രവർത്തികളിൽ അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്ന ആഴ്ചയാണ്. അധികാരവും അതേപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് അനുകൂലമായ ഒരു അധികാര സ്ഥാനങ്ങളിൽ നിന്ന് അനുകൂലമായ കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്. കൂടുതൽ വരവും ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് കൂടുതലായിട്ട് വരവ് പ്രതീക്ഷിക്കാവുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. അപ്പോൾ വരവിൽ കൂടുതൽ ചെലവ് ഉണ്ടാകാൻ സാധ്യതയില്ല. വരവാണ് ഈ ആഴ്ച കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ ഭാഗ്യ ദിവസം ഞായറാഴ്ചയാണ്. കന്നിക്കൂർ. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രം, മുക്കാലി, അത്തം, ചിത്തിര, അര. ഈ നക്ഷത്രങ്ങൾ കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ഈ ആഴ്ച മെച്ചപ്പെട്ട ഒരു ആഴ്ചയാണ്. പല കാര്യങ്ങളും ഇവർക്ക് സാധിക്കാവുന്ന ഒരു ആഴ്ചയാണ്. ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരാഴ്ച കൂടിയാണ്. വേഴം 10 കർമ്മസ്ഥാനത്ത് നിൽക്കുന്നതിനാൽ കർമ്മ വിജയങ്ങൾ ഉണ്ടാവുന്ന ഒരു ആഴ്ചയാണ്. അതായത് ചെയ്യുന്ന പ്രവർത്തികളിൽ എല്ലാം ഇവർക്ക് അത് എത്തിക്കാൻ കഴിയുന്ന ആഴ്ചയാണ്. അതാണ് കർമ്മരംഗത്താണെങ്കിലും മറ്റ് എന്ത് പ്രവൃത്തി രംഗത്താണെങ്കിലും ഇവർക്കതിൽ വിജയിക്കാൻ കഴിയുന്ന ഒരു ആഴ്ചയാണ്. പല അവസരങ്ങളും ഇവരെ തേടിയെത്തുന്ന, തൊഴിൽപരമായിട്ടും അല്ലാതെയും പല കാര്യങ്ങളിലും പല അവസരങ്ങളും ഇവരെ തേടിയെത്തുന്ന ഒരു ആഴ്ചയാണ്. സാമ്പത്തിക വരുമാനം കൂടുന്ന ആഴ്ച കൂടിയാണ്. സാമ്പത്തികമായിട്ട് വരവ് കൂടും. ചെയ്യുന്ന പ്രവർത്തികളിൽ വിജയമുണ്ടാകുന്ന ആഴ്ചയാണ്. ഇവരെ സംബന്ധിച്ച്, ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഈ ആഴ്ച മെച്ചപ്പെട്ട ഒരു ആഴ്ചയാണ്. ഭാഗ്യം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ആഴ്ച കൂടിയാണ്. ഇവരെ സംബന്ധിച്ച് ഭാഗ്യദിനം ബുധനാഴ്ചയാണ്. തുലാക്കൂർ. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്തിര, അര, ചോതി, വിശാഖം, മുക്കാൽ. ഈ നക്ഷത്രങ്ങൾ തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. ഇവർക്ക് ശുഭകരമാണ് ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ച് നല്ല വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു ആഴ്ച കൂടിയാണ്. പല ഭാഗ്യാനുഭവങ്ങളും ഇവർക്ക് ഉണ്ടാകുന്ന ആഴ്ചയാണ്. വേഴം ഭാഗ്യസ്ഥാനത്താണ് ഇവർക്ക് നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യസ്ഥാനത്ത് വേഴം, അത് വേഴം എന്ന് പറഞ്ഞ ധനകാരകനാണ്. അപ്പൊ ധനകാരകനായ വേഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ അവിടെ ധനപരമായ ധനപരമായ കാര്യങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതാണ്.
അപ്പൊ ഭാഗ്യം ഇവർക്ക് കൈവരിക്കുന്ന, ഭാഗ്യം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ബിസിനസ് നല്ല വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യും. കച്ചവട സംബന്ധമായ, ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ നല്ല വിധത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ആഴ്ചയാണ്. കുടുംബത്തിൽ വരുമാന വർധന ഉണ്ടാകുന്ന സമയമാണ്. കുടുംബ സംബന്ധമായിട്ട് കുടുംബപരമായി സന്തോഷവും ഐക്യവും കിട്ടുന്ന ആഴ്ചയാണ് ഇവർക്ക്. പൊതുപ്രവർത്തകർക്ക് ഗുണകരമാകുന്ന ആഴ്ചയാണ്. പൊതുരംഗത്ത് നിൽക്കുന്നവർക്കൊക്കെ ഗുണകരമാവുന്ന ഒരു ആഴ്ചയാണ്. ഭാഗ്യ ദിവസം ഇവരെ സംബന്ധിച്ച്, ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ്. വൃശ്ചികക്കൂർ. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖം, കാലി, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് പല കാര്യങ്ങളും ഉദ്ദേശിച്ച പോലെ ആകണമെന്നില്ല ഈ ആഴ്ച. അവർക്ക് പല കാര്യങ്ങളിലും ചില തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ആഴ്ചയാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠന കാര്യത്തിൽ കഠിനമായ പ്രയത്നം ആവശ്യമായ ഒരു സമയമാണ്. അങ്ങനെ പെട്ടെന്ന് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഈ ആഴ്ച അനുകൂലമല്ല. അപ്പോൾ അവർ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് കഠിനമായ പ്രയത്നത്തിൽ കൂടിയേ നടക്കുള്ളൂ. ചില കാര്യങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇവര് ചെയ്യുന്ന ചില പ്രവർത്തികളിൽ അല്ലെങ്കിൽ ജോലിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിലെല്ലാം ചില മാറ്റങ്ങൾ ഉണ്ടാകാൻ പറ്റുന്ന ഒരു ആഴ്ചയാണ്. യാത്രകൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഇവരെ സംബന്ധിച്ച് ഇവര് യാത്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ യാത്രയൊക്കെ പോകാൻ ഇവരൊന്ന് ശ്രദ്ധിച്ച് വേണം യാത്ര പോകാൻ. കുടുംബകാര്യങ്ങളിൽ യോജിച്ചുള്ള പ്രവർത്തനം ഉണ്ടാകാനും ഇടയില്ല. ഇവരെ സംബന്ധിച്ച് കുടുംബപരമായ കാര്യങ്ങളിൽ ഒരു യോജിപ്പ് ഈ നക്ഷത്രക്കാര്, ഈ വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ ആഴ്ച അങ്ങനെ ഒരു കുടുംബത്തിൽ ഒരു യോജിപ്പ് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം രാഹു 4-ലാണ് ഇവരെ സംബന്ധിച്ച് നിൽക്കുന്നത്. അതുകൂടാതെ കർമ്മരംഗത്ത് ചില തടസ്സങ്ങളും ഇവർക്ക് വരാം. കാരണം കേതു 10-ലാണ് നിൽക്കുന്നത്. അപ്പൊ രാഹു 4-ലും കേതു 10-ലും നിൽക്കുന്ന ഒരു സമയമായതിന്റെ പേരിൽ ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച് അത്ര ഗുണകരമല്ല. ഈ ആഴ്ച വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടം, കാലി. ഈ നക്ഷത്രങ്ങളാണ് ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് വളരെ പ്രയോജനകരവും ശുഭകരവുമായ ഒരു ആഴ്ചയാണ് ഈ ആഴ്ച. ഇവർ പല കാര്യങ്ങൾക്കും നേട്ടങ്ങൾ ഉണ്ടാവുന്ന ആഴ്ചയാണ്. വേഴം 7-ലാണ് ഇവരെ സംബന്ധിച്ച് നിൽക്കുന്നത്. 7-ൽ നിൽക്കുന്ന വേഴം ഇവർക്ക് പ്രയോജനകരമായി മാറും. ഇവർക്ക് ഗുണം കിട്ടുന്ന ആഴ്ചയാണ്. അതുകൂടാതെ 4-ലെ ശനി ചില കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും അത് പരിഹരിക്കാൻ ഇവർക്ക് കഴിയുകയും ചെയ്യും. ദാമ്പത്യ ഐക്യം ഉണ്ടാകുന്ന ആഴ്ചയാണ്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സ്വരുമയോടെ കുടുംബകാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ദാമ്പത്യ ഐക്യം ഉണ്ടാവുകയും ചെയ്യും. സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകുന്ന ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. പ്രണയിക്കുന്നവർക്ക് നല്ല ആഴ്ചയാണ്. പ്രണയിക്കുന്ന കമിതാക്കൾക്കൊക്കെ നല്ല ആഴ്ചയാണ് ഈ ആഴ്ച. ചെലവുകളിൽ നിയന്ത്രണം വേണ്ടി വരികയും ചെയ്യും. ഇവരെ സംബന്ധിച്ച് ഈ ആഴ്ചയിലെ ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. ഇവരുടെ ഭാഗ്യ ദിവസം വ്യാഴമാണ്.
മകരക്കൂർ. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം, അര. ഇതാണ് മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച വളരെ നല്ല ആഴ്ചയാണ്. ശത്രുദോഷങ്ങൾ ഇവർക്ക് ഒഴിവായി കിട്ടുന്ന എന്തെങ്കിലും വിധത്തിൽ ഇവർക്ക് ശത്രുദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ശത്രുദോഷങ്ങളെല്ലാം ഇവരിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. ശത്രുദോഷങ്ങൾ ഇവരെ സംബന്ധിച്ച് ഒഴിഞ്ഞു പോകും. സഹോദര ഗുണങ്ങൾ ഉണ്ടാകുന്ന, അതായത് സഹോദരന്മാരിൽ നിന്ന് നേട്ടങ്ങളോ അതുവഴി എന്തെങ്കിലും സഹായങ്ങളോ ഇവർക്ക് കിട്ടാവുന്ന ഒരു ആഴ്ചയാണ്. അതായത് സഹോദര ഗുണം ഉണ്ടാകും ഈ ആഴ്ച ഇവരെ സംബന്ധിച്ച്. ബിസിനസ് രംഗത്ത് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന ആഴ്ചയാണ്. ബിസിനസ് പരമായിട്ട് കച്ചവടമൊക്കെ ചെയ്യുന്നവർക്കൊക്കെ നല്ല ആഴ്ചയാണ് ഈ ആഴ്ച. സാമ്പത്തികം സ്ഥിരതയുള്ള ഒരു ആഴ്ചയാണ്. ധനപരമായി നോക്കുമ്പോൾ ഒരു സ്ഥിരമായ ഒരു വരുമാനം സാമ്പത്തിക രംഗത്ത് ഇവർക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചിലവുകളിൽ എന്നാൽ നിയന്ത്രണം വെക്കുകയും വേണം. വരവിൽ അധികം പ്രതീക്ഷിക്കേണ്ടതില്ല, എന്നാൽ വരവിൽ അധികം ഈ ചിലവുകൾ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യില്ല. കാരണം കുറച്ച് കാര്യങ്ങളിൽ, അതായത് ചില ചെലവുകളിൽ നിയന്ത്രണം വെച്ചാൽ വരവിൽ കൂടുതൽ ഇവർക്ക് ചെലവ് ഉണ്ടാവുകയും ഇല്ല. അപ്പൊ വരവാണ് കൂടുതൽ കാണുന്നത് ഈ ആഴ്ച. കുടുംബബന്ധങ്ങൾ ശോഭനമായിരിക്കുന്ന ആഴ്ചയാണ്. കുടുംബ സന്തോഷം ഉണ്ടാകുന്ന ആഴ്ച കൂടിയാണ് ഇവരെ സംബന്ധിച്ച്. ഭാഗ്യ ദിവസം, ഇവരുടെ ഈ ആഴ്ചയിലെ ഭാഗ്യ ദിവസം ശനിയാഴ്ചയാണ്. കുംഭക്കൂർ. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രം അവിട്ടം, അര, ചതയം, പൂരുരുട്ടാതി, മുക്കാലി. ഈ നക്ഷത്രങ്ങൾ കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ്. പൂർവികമായ സ്വത്തുക്കൾ കിട്ടാൻ ഉള്ളവർക്ക് അത് കിട്ടാൻ സാധ്യതയുള്ള ഒരു വർഷമാണ്, സാധ്യതയുള്ളൊരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. പൂർവികമായ സ്വത്തുക്കൾ കിട്ടാൻ ഇവർക്ക് ഈ ആഴ്ച അതിനുള്ള സാധ്യതയുണ്ട്. മാനസികമായ സമ്മർദ്ദങ്ങൾ ഇവർക്ക് ഉണ്ടാകുകയും ചെയ്യും ഈ ആഴ്ച. ചില മാനസിക സമ്മർദ്ദങ്ങൾ ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും. എന്നാൽ അത് കഴിയുന്നതും ഒഴിവാക്കാൻ ഇവർ ശ്രമിച്ചാൽ വളരെ നല്ലതാണ്. ചില അനുകൂലമായ കാര്യങ്ങളും ഇവർക്ക് വന്നു ചേരാൻ ഇവിടെയുണ്ട് ഈ ആഴ്ച. ഇവർക്ക് അനുകൂലമായ ചില കാര്യങ്ങളും ഇവിടെ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. വിവേകപരമായ പ്രവർത്തികൾക്ക് അംഗീകാരം കിട്ടുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. പൊതുപ്രവർത്തകർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ആഴ്ചയാണ്. പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് അവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ, നല്ല സമയമാണ്, നല്ല വിധത്തിലുള്ള ഒരു ആഴ്ചയാണ് പൊതുപ്രവർത്തകരെ സംബന്ധിച്ച് ഈ ആഴ്ച. സാമ്പത്തികപരമായിട്ട് നോക്കുമ്പോഴും സാമ്പത്തികവും തൃപ്തികരമായി മുന്നോട്ട് പോകുന്ന ഒരു ആഴ്ചയാണ് ഈ കുംഭക്കൂറുകാരെ സംബന്ധിച്ച്. ഇനി മീനക്കൂറ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതി, കാലി, ഉത്രട്ടാതി, രേവതി. ഇതാണ് മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ. ഇവർക്ക് ഈ ആഴ്ച വളരെ നല്ല ഒരു ആഴ്ചയാണ്. വേഴം ഇവരെ സംബന്ധിച്ച് 4-ലാണ് നിൽക്കുന്നത്. 4 എന്ന് പറഞ്ഞാൽ കുടുംബസ്ഥാനം കൂടിയാണ്. അപ്പൊ കുടുംബത്തിലെ ഐക്യമുണ്ടാകുന്ന ഒരു ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാവുകയും ചെയ്യും. വേഴം ധനകാരകനാണല്ലോ. അപ്പോൾ സാമ്പത്തികമായ ചില ഉയർച്ചയും ഇവർക്കുണ്ടാവുന്നതാണ്. പ്രവൃത്തികളിൽ വിജയം ഉണ്ടാവുകയും നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന ആഴ്ചയാണ് ഇവരെ സംബന്ധിച്ച്. കാര്യപ്രാപ്തിയോടെ
ചില ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടും വരും ഇവർക്ക് ഈ ആഴ്ച. അമ്മ വഴി നേട്ടങ്ങൾ ഉണ്ടാകാൻ പറ്റിയ ഒരു ആഴ്ചയാണ്. അമ്മ വഴി ചില കാര്യങ്ങളിൽ ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും. ഈ മീനക്കൂറുകാരെ സംബന്ധിച്ച് ഇവർക്ക് അവരുടെ ഭാഗ്യ ദിവസം, ഈ ആഴ്ചയിലെ ഭാഗ്യ ദിവസം വ്യാഴാഴ്ചയാണ്. വേടം. അപ്പോ മേടം മുതൽ മീനം വരെയുള്ള കൂറുകളിലെ നക്ഷത്ര ഫലമാണ് ഞാനിവിടെ ഈ ആഴ്ചയിലെ വാരഫലത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഇത് ഗോചരപരമായുള്ള പൊതുഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഓരോരുത്തർക്കും അവരവരുടെ ഗ്രഹനിലയും കൂടി ഒത്തുനോക്കുകയും വേണം. അപ്പോൾ ഈ ഫലങ്ങളിൽ ചില ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇത് 4 ഗ്രഹങ്ങൾ, അതായത് വേഴം, ശനി, രാഹു, കേതു, ഈ 4 ഗ്രഹങ്ങളുടെ ഗോചരപരമായിട്ടുള്ള നിൽപ്പനുസരിച്ചുള്ള ഒരു ഫലമാണ്, പൊതുഫലമാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. വ്യക്തികളെ സംബന്ധിച്ച് ചില ഏറ്റക്കുറിച്ചിലുകൾ ചിലവർക്ക് ഉണ്ടാകാവുന്നതാണ്. അവരുടെ ഗ്രഹനിലയും അവരുടെ ജന്മസമയവും ഒക്കെ ഒത്തുനോക്കിയിട്ട് വേണം അത് തീരുമാനിക്കാനായിട്ട്. ഈ വാരഫലം ഞാനിവിടെ നിർത്തുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി അടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വരുന്നത് വരെ നിങ്ങൾക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.